നമ്മുടെ ഇവിടെ പൂത്തോട്ടേന്നൊക്കെ കിട്ടുന്ന നല്ല കായൽ ഞണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നല്ല മാംസമൊക്കെയുള്ള നല്ല ഞണ്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ഉച്ചയ്ക്ക് വാങ്ങിച്ച് വെച്ചതാണ്. വൈകിട്ട് അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് കുക്ക് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ സംഭവം ജീവനുണ്ട്. അതായത് നമ്മൾ വന്നപ്പോഴേക്കും നമ്മുടെ കിറ്റൊക്കെ ഓട്ടയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്, നിറച്ച് ഓട്ടയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതെടുത്തൊരു പാത്രത്തിലേക്ക് ഇട്ടു. പാത്രത്തിലോട്ട് ഇട്ടപ്പോൾ എല്ലാം കിടന്ന് നിന്ന് ഓടാൻ തയ്യാറായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ കെട്ടിയിട്ടേക്കുന്നതുകൊണ്ട് അവന്മാർക്ക് ഓടാൻ പറ്റത്തില്ല. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ കിറ്റിലിട്ടപ്പോഴും ഇവർ നല്ല അനക്കമാണ്. അത് കഴിഞ്ഞ് അത് കണ്ട് ഇവർ അനങ്ങുന്ന കണ്ടപ്പോൾ സച്ചേട്ടൻ വന്ന് എടുത്ത് പൊക്കി പിടിച്ചിട്ട് പറയുന്നുണ്ട്, എന്താ ഏലിയനാണെന്നും പറഞ്ഞുകൊണ്ട് പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഭയങ്കര കാര്യമായിട്ട് അതിനെ നോക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ സച്ചേട്ടൻ പിടിച്ചേക്കുന്ന പോലെ പിടിച്ചതിനകത്ത് അങ്ങനെ ഇറുക്കത്തില്ല. പിന്നെ എല്ലാവരും മാറി മാറി ഇങ്ങനെ തൊട്ട് നോക്കലായിരുന്നു. ദെൻ ഞാനത് നന്നാക്കി അപ്പം തന്നെ വേവിക്കാൻ വെച്ചു. നമ്മൾ ഒന്നല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കും, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കും, അങ്ങനെയാണ് പതിവ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു, അപ്പോൾ തന്നെ എൻ്റെ ജീവനൊക്കെ പോയി. ദെൻ നമ്മൾ വേവിക്കാൻ വെച്ച് വെന്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാ മസാലയും ആഡ് ചെയ്ത് കൊടുത്തു. അതിന് സവാള, ഇഞ്ചി, പച്ചമുളക് ഒക്കെ വാട്ടി ഇട്ട് കൊടുത്തു. ഇത് അത്രയായി. ഇതൊന്ന് വലിച്ചെടുത്താൽ നമ്മുടെ ഞണ്ട് കറി ഇവിടെ സെറ്റായിട്ടോ.